ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 8ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പം ചിക്കനും ബീഫും ഒന്നും വേണ്ടാന്ന് വെച്ച് പകരം നമ്മുടെ ചീരാക്കഞ്ഞി ഉണ്ടല്ലോ, ജീരകക്കഞ്ഞി എന്ന് പറയില്ലേ, അതന്നെ. അപ്പോൾ ചീരാക്കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ. കഞ്ഞി നമ്മൾ ഓൾറെഡി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങയും കറിവേപ്പിലയും ജീരകവും ചെറിയ ഉള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതും കൂടെ ഈ കഞ്ഞിയിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കഞ്ഞി ഓൾറെഡി നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു. നിങ്ങളവിടെ എങ്ങനെയാണോ ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ല, നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അതായത് പല സ്ഥലത്തും പല ടൈപ്പിലായിട്ട് പല മോഡലായിരിക്കുമല്ലോ ഇതൊക്കെ ഉണ്ടാക്കുക, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ചീരാക്കഞ്ഞിയൊക്കെ ശരിക്കും നമുക്ക് നല്ല നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു ഐറ്റം ആണല്ലോ. സോ അതിൻ്റെ ആ ഒരു ഫീല് ഒട്ടും കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു ചമ്മന്തിയും കൂടെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുവാണ്. ഇത് ഇവിടെ കുറേ ദിവസമായി മാങ്ങയിഞ്ചി കൊടുന്ന് വെച്ചിട്ട്, ഇത് ആക്ച്വലി അച്ചാറിടാൻ വേണ്ടി കൊടുന്ന് വെച്ചതാണ്. അതിന് സമയവും കാലവും സന്ദർഭവും ഒത്തുവരാത്തതുകൊണ്ട് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് തൽക്കാലം നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങോട്ട് ചമ്മന്തി സെറ്റാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇത് തൊലിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു മാങ്ങയുടെ മണം ഉണ്ടല്ലോ, അതിങ്ങനെ കിട്ടും. നല്ല രസമാണ് മാങ്ങയുടെ മണം കിട്ടുമ്പോൾ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഇതങ്ങോട്ട് അരച്ചെടുക്കുവാണ്. അതായത് തേങ്ങ ആഡ് ചെയ്യാതെ ഈ സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ മൊത്തത്തിൽ നല്ല പേസ്റ്റായി പോകും. അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂലല്ലോ, അതായത് ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു ലുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ ആദ്യം ഇതങ്ങോട്ട് അരച്ചെടുത്ത് നല്ലോണം. ഇനി നമുക്ക് തേങ്ങയും കൂടെ അങ്ങോട്ട് അരച്ചെടുക്കണം. അതിലോട്ട് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അതും കൂടെ അങ്ങോട്ട് സെറ്റാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള സുർക്കയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, അതന്നെ, അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ നമ്മുടെ നല്ല കിടിലൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ആരും പൊതുവെ കഞ്ഞി കുടിക്കാറില്ല, ബട്ട് ഈ ചീരാകഞ്ഞി ഉണ്ടല്ലോ അത് നല്ല ഇഷ്ടമാണ്. അതൊരു പ്രത്യേക വൈബാണല്ലോ, അതുകൊണ്ടാണ് അതിനോട് കുറച്ച് കൂടുതൽ പ്രിയം. ജ്യൂസിന് നമുക്കിന്ന് ആപ്പിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുവാണ് കേട്ടോ. ഐബുട്ടനും നിഷുവിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. രണ്ടാക്കും പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ളത് അങ്ങോട്ട് കൊടുത്ത്. നിഷുവിന് ഇന്ന് നോമ്പില്ല, ആള് റമദാൻ വന്നിട്ട് ആകെ 2 നോമ്പേ ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. കത്തിയോണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഐബുട്ടനെ മടിയിൽ വെക്കൽ നടക്കൂല. അപ്പോൾ നിഷുവിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അവൾ എന്തായാലും നോക്കുമല്ലോ. പിന്നെ നമ്മളിതൊക്കെ, അതായത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ബാക്കിയുള്ള കുറച്ച് ആപ്പിളും കൂടെ ഉണ്ട്, അതും കൂടെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് ജ്യൂസ് അടിക്കുക, അതന്നെ പരിപാടി. ഇന്നിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ, അതായത് ഉപ്പച്ചിയും ഞാനും നിഷും നമ്മൾ തന്നെ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഇല്ല കേട്ടോ, ആളുടെ ജോബിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ ആൾ വരുള്ളൂ. 7ാമത്തെ നോമ്പിൻ്റെ അന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പ്രത്യേകിച്ച് ഒരു മൂഡില്ലായിരുന്നു എനിക്ക്, അതായത് ലോങ് വീഡിയോ എടുക്കാൻ കേട്ടോ. തലവേദനയൊക്കെ ആയിട്ട് എന്തോ ഒരു സുഖമില്ലായിരുന്നു. സോ ഞാനത് തൽക്കാലം ഷോർട്സിൽ അങ്ങോട്ട് ഒതുക്കുകയാണ് ചെയ്തത്. നമ്മൾ ലോങ് വീഡിയോ ആണ് കൂടുതൽ ഇടൽ. സോ ഗൈസ്, നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. ഒരു കുക്കറിൽ കറിയാണ്, ഗ്രീൻ പീസ് കറി. പിന്നെ മറ്റൊന്നിൽ നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് തട്ടിക്കൂട്ടാനാണ്. തട്ടിക്കൂട്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ തട്ടിക്കൂട്ടൊന്നല്ല, ഇത് ആക്ച്വലി ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. എനിക്കങ്ങ് ഇൻസ്റ്റഗ്രാമത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കിയേ തീരുള്ളൂ എന്ന് വിചാരിച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടേനും. അതായത് പൊട്ടാറ്റോ നല്ലോണം വേവിച്ച് ഉടച്ചങ്ങോട്ട് വെക്കുക. അതിലോട്ട് നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വഴറ്റാനൊന്നും പോകണ്ട കേട്ടോ, അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഒരു 4 ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്കൊന്ന് നനച്ച് എടുക്കണം. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് നനച്ചെടുത്തിട്ട് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി സെറ്റാക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കൂലേ, ക്രഷ് ചെയ്തെടുക്കൂലേ, അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ
കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ അടുത്ത് ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവർ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പൊട്ടാറ്റോ ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം തന്നെയാണ്. ചിക്കനൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് പെട്ടെന്ന് തന്നെ പരിപാടി തീരണം. ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു പീസാക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ ഉന്നക്കായയുടെ ഷേപ്പ് ഉണ്ടല്ലോ അതിലാണ് സെറ്റാക്കി എടുക്കുന്നത്. മറ്റേത് മുട്ടൻ്റെ മിക്സിൽ വേണമെങ്കിൽ അങ്ങനെയും ആക്കാം. ഇതിപ്പോൾ നമ്മൾ അരിപ്പൊടിയുടെ ആ ഒരു മിക്സ്, അരിപ്പൊടിയും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ആ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഈ ഒരു അരിപ്പൊടിയും വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുള്ള മിക്സാണ്. അതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് കൊടുക്കുക തന്നെ. ബ്രെഡ് നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ലോണം അങ്ങോട്ട് മുക്കി കൊടുക്കരുത്. അതിനെ മുക്കി കൊല്ലാൻ പോകരുത്. ഒരു പാകത്തിനൊക്കെ മുക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഏറിപ്പോയിട്ട് നമുക്ക് ഈ മിക്സ് ഇതുപോലെ നമ്മുടെ പല ഷേപ്പിലൊന്നും കിട്ടാൻ പോവില്ല. ഇതിപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഉന്നക്കായയുടെ ഷേപ്പ് കിട്ടിയത് എന്താ വെച്ചാൽ വെള്ളമൊക്കെ പാകത്തിനായതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തുള്ള ഒരു മെച്ചം എന്താ വെച്ചാൽ ഒരുപാട് എണ്ണയിൽ മുക്കി കുടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇത് വല്ലാണ്ട് എണ്ണ കുടിക്കില്ല, ഒരു പാകത്തിനൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ അതാണ് സമാധാനം. ഇത് നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമല്ലേ, അപ്പോൾ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണയിൽ തന്നെ മുക്കി പൊരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇതിലിട്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണ് അതിൻ്റെ രുചി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കിയിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ അതിലോട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സിമ്മിലാക്കിയാൽ പോയി കാര്യം പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ആ ചിക്കൻ റോളിൻ്റെ ഒക്കെ ആ ഒരു ഫീലൊക്കെയാണ് കേട്ടോ വന്നത്. അങ്ങക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. എനിക്ക് പക്ക ചിക്കൻ റോള് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എന്നല്ലാണ്ട് ഉന്നക്കായ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്ത ഈ ഒരു പൊട്ടാറ്റോ സ്നാക്സ് നമ്മളെല്ലാം സെറ്റാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങോട്ട് തൂമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് നമ്മൾ തൽക്കാലം നേരത്തെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പൊറാട്ടയും കൂടെ ഉണ്ടായിരുന്നു. അതിക്കാണ് നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊക്കെയായാലും നമ്മുടെ ഇന്നത്തെ മെയിൻ താരം ചീരാക്കഞ്ഞിയും ഈ ചമ്മന്തി തന്നെയാണ്. പിന്നെ അതാ ഗ്രീൻ പീസ് കറി, പൊറാട്ട, പിന്നെ ആപ്പിൾ ജ്യൂസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടല്ലോ അതും, ദെൻ ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലനും ആപ്പിളും ഓറഞ്ചും ആണ്. അപ്പോൾ നമ്മൾ കഴിക്കാനിരിക്കുവാണ്. ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് ഐബുട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു വാട്ടർമെലൻ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പാവം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവിടെ അങ്ങോട്ട് ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു സമാധാനം ഓൻ തരൂല. അപ്പോൾ നമ്മുടെ 8ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ 9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒരു ഹൈപ്പും കൂടെ അങ്ങ് തന്നേക്കാം കേട്ടോ. സബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.